കേരള പോലീസ് 3 സ്ത്രീകളുടെ തിരോധാന കേസിന് പിന്നാലെയാണെങ്കിൽ കർണാടകയിലെ പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തിന്റെ പിന്നാമ്പുറ കഥകൾ തേടുകയാണ്. ധർമ്മസ്ഥലയിൽ പോലീസ് 2ാം ദിനത്തിൽ മണ്ണുകുഴിച്ച് നടത്തിയ പരിശോധനയിൽ സംശയകരമായ ചില വസ്തുക്കൾ ലഭിച്ചു. ചുവപ്പ് നിറമുള്ള ബ്ലൗസ്, ATM കാർഡ്, ആധാർ കാർഡ് എന്നിവയാണ് കണ്ടെത്തിയത്. ആധാർ കാർഡിൽ ലക്ഷ്മി എന്ന പേരുണ്ട്. ATM കാർഡ് പുരുഷന്റേതാണെന്ന് ആക്ഷൻ കമ്മിറ്റി അഭിഭാഷകൻ മഞ്ജുനാഥ് പറഞ്ഞു. 4 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. പരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പര നടന്നുവെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സംശയകരമായ വസ്തുക്കൾ ലഭിച്ചത്. നേത്രാവതി പുഴയുടെ സമീപം മാർക്ക് ചെയ്തിരുന്ന പോയിന്റ് 1ലാണ് വസ്തുക്കൾ ലഭിച്ചത്. ചുവപ്പ് നിറമുള്ള ബ്ലൗസ്, ATM കാർഡ്, ആധാർ കാർഡ് എന്നിവയാണ് കണ്ടെത്തിയത്. ആധാർ കാർഡിൽ ലക്ഷ്മി എന്ന് പേരുണ്ട്. ATM കാർഡ് പുരുഷന്റേതാണെന്നും വ്യക്തമായി. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ആക്ഷൻ കമ്മിറ്റി അഭിഭാഷകൻ മഞ്ജുനാഥ് ആവശ്യപ്പെട്ടു. 2.5 അടി കുഴിച്ചപ്പോഴാണ് ഇവ കണ്ടെത്തിയത്. പിന്നീട് 8 അടിയിലധികം ഇതേ സ്ഥലം കുഴിച്ചെങ്കിലും കാര്യമായ മറ്റു വസ്തുക്കളൊന്നും ഇവിടെ നിന്നും ലഭിച്ചിട്ടില്ല. 2 ദിവസങ്ങളിലായി 5 പോയിന്റുകളിലാണ് ശുചീകരണ തൊഴിലാളിയുടെ സാന്നിധ്യത്തിൽ മണ്ണ് നീക്കി പരിശോധന നടന്നത്. ഇവിടെ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. നിലവിൽ 13 ഇടത്താണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരും. ഇതിനിടയിൽ SITയുടെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ DGP പ്രണബ് മൊഹന്തി ധർമ്മസ്ഥലയിലെത്തി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പരിശോധന ഇനിയും തുടരുമെന്നും DGP വ്യക്തമാക്കി. വനമേഖലയിൽ അടയാളപ്പെടുത്തിയ സ്ഥലത്തായിരിക്കും ഇനിയുള്ള പരിശോധന. വരും ദിവസങ്ങളിൽ ഭൂഗർഭ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനയും ഉണ്ടായേക്കും. KV ബൈജു, News 18, ധർമ്മസ്ഥല.